ഇന്ന് വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമാണ്. ഇന്ത്യയുടെ ജനാധിപത്യത്തെ സംബന്ധിച്ചും ഭരണഘടനയെ സംബന്ധിച്ചും. ഇന്ന് ഉച്ചയ്ക്കാണ് ആരാധനാലയ നിയമം പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് 1991 അതിൻ്റെ ഭരണഘടനാ സാധുത പരിശോധിക്കാനായി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ബെഞ്ച് സിറ്റിംഗ് നടത്തുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനിലാണ്, ഒരു കവലയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നർത്ഥം. ഞാൻ ഈ ദിവസത്തെ ഒരു പ്രത്യേകത പറഞ്ഞു. ഈ മാസത്തെ പ്രത്യേകതയും നിങ്ങൾക്കറിയാം. ഡിസംബർ 6 ഈ മാസത്തിലാണ്. ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്ന ശേഷം അതിനേറ്റ ഏറ്റവും വലിയ അടി, പ്രത്യേകിച്ച് അതിലെ എൻഷ്രീൻഡ് ആയിട്ടുള്ള സെക്യുലറിസം എന്ന ആശയത്തിനോട് ഏറ്റവും വലിയ അടിയാണ് 1992 ബാബറി മസ്ജിദ് പൊളിക്കപ്പെടുന്നത്. അത് ഡിസംബർ 6 പക്ഷേ നമ്മൾ ഈ കോണ്ടെക്സ്റ്റ് കൃത്യം പരിശോധിക്കുമ്പം അതിനു മുമ്പ് ഒരു 10 ദിവസം മുമ്പാണ് നവംബർ 26 നമ്മുടെ ഭരണഘടനാ ദിനം. ആ ഭരണഘടനയിലാണ് നമ്മൾ ഈ മൂല്യങ്ങളെല്ലാം കൊണ്ടുവരാൻ ശ്രമിച്ചത്, അതിനെ വ്യവസ്ഥാപിതമാക്കാൻ ശ്രമിച്ചത്. അങ്ങനെ നോക്കിയാൽ ഞാനിവിടെ സംസാരിക്കുന്നത് നവംബർ 26 മുതൽ ഡിസംബർ 6 വരെ മാത്രമാണ്. ഒരു 10 ദിവസത്തെ കാര്യങ്ങൾ മാത്രമാണ്. ആ ദൂരമാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് എന്ന് പറയാം. നവംബർ 25-ാം തീയതി അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ നടത്തിയ പ്രഭാഷണം നിങ്ങൾ തീർച്ചയായിട്ടും വായിച്ചിരിക്കണം. ജനാധിപത്യത്തിൻ്റെ ഒരു നിർവചനം വളരെ പ്രസിദ്ധമായിട്ടുള്ളത് എബ്രഹാം ലിങ്കൻ്റെ ആണല്ലോ. ഗവൺമെൻറ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ. അതിനെയാണ് അദ്ദേഹം അതിൻ്റെ അകത്തേക്ക് കയറി കിടന്നത്. ഞാൻ നേരത്തെ ഇത് വായിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു അർത്ഥം എനിക്ക് പിടികിട്ടിയിട്ടില്ല. പക്ഷെ ഇന്നെനിക്ക് വായിച്ചപ്പോഴാണ്, ഈ കാലഘട്ടത്തിൽ ഞാൻ നോക്കുമ്പോഴാണ് വലിയൊരു അർത്ഥമുള്ളൊരു കാര്യം അതിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്. അതിൻ്റെ മലയാളം ഞാനിങ്ങനെ പറയാം. സഭയെ കൂടുതൽ ക്ഷീണിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ സ്വാതന്ത്ര്യം നമുക്കുമേൽ വലിയ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചു എന്നത് മറക്കരുത്. സ്വാതന്ത്ര്യം കൊണ്ട് നമുക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയാൽ ബ്രിട്ടീഷുകാരെ കുറ്റം പറയുന്നതിൽ ഒഴിവൊഴിയോട് നഷ്ടപ്പെട്ടു. കാര്യങ്ങൾ എന്തായാലും വഴിവഴിച്ചു പോയാൽ നമ്മൾ തന്നെയാണ് ഉത്തരവാദികൾ. തീർച്ചയായും കാര്യങ്ങൾ വഴിവഴിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. കാലം വളരെ വേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉൾപ്പെടെ എല്ലാ മനുഷ്യരും പുതിയ പുതിയ ആശയങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ജനങ്ങളുടെ സർക്കാർ എന്ന ആശയം ജനങ്ങൾ മടുത്തു. ജനങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാർ അവർ പ്രതീക്ഷിക്കുന്നു. ജനങ്ങളുടെ സർക്കാർ, ജനങ്ങളാലുള്ള സർക്കാർ എന്നതൊന്നും അവർക്ക് പ്രശ്നമല്ല. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ സർക്കാർ എന്ന ആശയത്തിൽ പ്രതിഷ്ഠിച്ച നമ്മുടെ ഭരണഘടന സംരക്ഷിക്കണമെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള വഴിയിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാർ എന്നതിന് മുകളിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ എന്ന മുൻഗണനയെ ഉണ്ടാക്കുന്ന തിന്മകളെ ഒട്ടും വൈകാതെ തിരിച്ചറിയുന്നതിനും അവയെ നീക്കം ചെയ്യുന്നതിനും നമുക്ക് തീരുമാനമെടുക്കാം. ഇതിലും മെച്ചപ്പെട്ട ഒന്നും എനിക്ക് അറിയില്ല. അതായത് അദ്ദേഹം പറഞ്ഞത് ശ്രദ്ധിക്കുക, ജനങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാർ എന്നതിന് മേൽ, ആ ആശയത്തിന് മേൽ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ എന്ന ആശയത്തിന് പ്രാമുഖ്യം വന്നാൽ അത് അപകടമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. സർക്കാർ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങളാണ്, പക്ഷേ ജനങ്ങൾ ഒരു സർക്കാരിനെ ജനങ്ങൾ തിരഞ്ഞെടുത്തു എന്നതുകൊണ്ട് മാത്രം അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാർ ആവുന്നില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതെങ്ങനെ ഇതിനകത്ത് ഒളിച്ചു വെച്ചു എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. ഇത്രയും ദീർഘവീക്ഷണത്തോടെ 1887 ഇംഗ്ലണ്ടിൽ ലോർഡ് ബാരനാക്ടൺ ആർച്ച് ബിഷപ്പ് കാരിങ്ങിന് അയച്ച ഒരു കത്തുണ്ട്. വളരെ പ്രസിദ്ധമായ കത്താണ്. ആ കത്തിൽ നിങ്ങൾക്കറിയില്ല, ആ കത്തിന് നിങ്ങൾക്കറിയില്ലായിരിക്കും, പക്ഷേ ആ കത്തിലൊരു വാചകം നിങ്ങൾക്ക് എല്ലാം ഓർമ്മയുണ്ടാവും. ആർച്ച് ബിഷപ്പ് അധികാരം കൂടുതൽ കൈയാളുന്നു, ദൈവത്തിൻ്റെ അധികാരവും മതത്തിൻ്റെ അധികാരവും കൂടുതൽ കൈയാളുന്നു എന്നുള്ളതുകൊണ്ടാണ് ആ കത്ത് ലോർഡ് ബാരനാക്ടൺ അയക്കുന്നത്. ആ കത്തിൽ ഒരു ഭാഗം അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. അതിതാണ്: പവർ ടെൻഡ്സ് ടു കറപ്റ്റ്, അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി. അധികാരം ദുഷിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്, പരമാധികാരം പരമമായി ദുഷിപ്പിക്കും എന്നാണ് അതിൻ്റെ ഇത്. പക്ഷേ അതെല്ലാം നിങ്ങൾക്ക് അറിയുള്ളൂ. അത് കഴിഞ്ഞൊരു സെൻറ്റൻസ് പറയുന്നുണ്ട് കേട്ടോ. ആ സെൻറ്റൻസിനാണ് ഞാൻ മുതൽ കൊടുക്കുന്നത്. ഗ്രേറ്റ് മെൻ ആർ ഓഫൺ ബാഡ് മെൻ ഓൾസോ. ഗ്രേറ്റ് മെൻ ആർ ഓൾസോ ബാഡ് മെൻ ഓൾസോ. മഹാനായ മനുഷ്യർ ചീത്ത മനുഷ്യർ കൂടിയാണ്. ഈവൻ ദോ ദേ മേ എക്സസൈസ് ദർ ഇൻഫ്ലുവൻസ് നോട്ട് അതോറിറ്റി. അവരവരുടെ സ്വാധീനം പ്രയോഗിക്കും അധികാരത്തിന് പകരം സ്വാധീനമാണ് പ്രയോഗിക്കുന്നതെങ്കിലും മഹാനായ മനുഷ്യർ ചീത്ത മനുഷ്യരും കൂടിയാണ് എന്നാണ് പറഞ്ഞത്. അധികാരത്തെയും സ്വാധീനത്തെയും. കാരണം നിങ്ങൾ ഇപ്പോൾ ഈ സദസ്സിൽ ഒരു ടൊട്ടാലിറ്റേറിയൻ ഉണ്ടെന്ന് വിചാരിച്ചു, ഒരു അധികാരി ഉണ്ടെന്ന് വിചാരിച്ചു, ഒരു ഏകാധിപതി ഉണ്ടെന്ന് വിചാരിച്ചോ. അദ്ദേഹം ഈ സദസ്സിലേക്ക് കടന്നു വരികയാണ്, ഈ സദസ്സിൻ്റെ മുമ്പിൽ കടന്നു വരികയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഒന്നും പുള്ളി പറയേണ്ട കാര്യമില്ല, അദ്ദേഹം ഒന്നും സംസാരിക്കേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങളൊക്കെ അതനുസരിച്ച് ചെയ്തിരിക്കും. ഇവിടെ ആ ഇംഗിതം നടപ്പാക്കിയിരിക്കും. അതിനാണ് സ്വാധീനം എന്ന് പറയുന്നത്. ഇൻഫ്ലുവൻസും അധികാരവും ഇത് ജനാധിപത്യം ഭയങ്കര പ്രധാനമാണ്. ഇന്ത്യയിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ?
ഗവൺമെൻറ് എല്ലാ കാര്യത്തിനും അല്ലെങ്കിൽ ഇവിടെ ഭരിക്കുന്ന കക്ഷി എല്ലാ കാര്യത്തിനും എല്ലാവർക്കും ഒരു നിർദ്ദേശം കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ എല്ലാവരും കറക്റ്റായിട്ട് ലൈനപ്പാണ്, കൃത്യം ലൈനിൽ വന്നു കഴിഞ്ഞു അല്ലേ? അത് സ്വാധീനത്തിൻ്റെയാണ്, അത് അതോറിറ്റി പ്രയോഗിക്കലേ അല്ല. ഒരു നിയമനിർമ്മാണം പോലും വേണ്ട പല കാര്യത്തിനും. അങ്ങനെ വരുമ്പോഴാണ് ഇനി നമ്മൾ താഴേക്ക് പോകുന്നത്. ആക്ച്വലി കോൺസ്റ്റിറ്റ്യൂഷൻ എന്തിനായിരുന്നു നമ്മൾ ഉണ്ടാക്കിയത്? കോൺസ്റ്റിറ്റ്യൂഷൻ എന്തിനാണ് ലോകം ഉണ്ടാക്കുന്നത്? നമ്മുടെ വളരെ അധികം പ്രായമുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെ അബ്സല്യൂട്ട് പവർ ഉണ്ടാകുന്നു, അധികാരം ഉണ്ടാകുന്നു എന്നുള്ളതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ലൈറ്റാക്കി ആളുകൾക്ക് പറ്റുന്ന രീതിയിലാക്കാൻ വേണ്ടിയിട്ടാണ്, ഗവേണൻസിന് വേണ്ടിയിട്ടാണ്, റൂൾ ഓഫ് ലോയ്ക്ക് വേണ്ടിയിട്ടാണ്. റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞാൽ അത് അബ്സല്യൂട്ട് ആണല്ലോ. ഒരാൾ അയാളുടെ നിയമങ്ങൾ തന്നെ ഡിക്റ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഒരിക്കലും നമുക്ക് സബ്ജക്റ്റീവാണ്, അയാളുടെ താല്പര്യങ്ങളും ഇച്ഛകളുമാണ്. രാജഭരണമൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ റൂൾ ഓഫ് ലോയ്ക്ക് വേണ്ടിയിട്ടാണ്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഗവേണൻസിന് വേണ്ടിയിട്ടാണ്, ഒരു ക്ഷേമരാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ, ഇന്ത്യൻ ഭരണഘടന ഇന്ത്യക്ക് ലഭിക്കുന്നത് ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വത്തിൽ നിന്നാണ്. ഗാന്ധിജി വെടികൊണ്ട് മരണപ്പെട്ടില്ലായിരുന്നു എങ്കിൽ നമുക്ക് ഇങ്ങനൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഒരിക്കലും കിട്ടില്ലായിരുന്നു. അത് കാണണമെങ്കിൽ നിങ്ങൾ ആ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ 7400ഓളം ഭേദഗതികൾ നിർദ്ദേശിക്കുകയും 2600ഓളം ചർച്ച ചെയ്യുകയും ചെയ്തു ആ ഡ്രാഫ്റ്റിൻ്റെ പുറത്ത്. ആ ചർച്ചകളിലൂടെ നിങ്ങളൊന്ന് പോയാൽ മതി. ആ ചർച്ചകൾക്കൊരു വ്യത്യാസം ഉണ്ടാകുന്നത് 1948 ജനുവരി 30 ശേഷമാണ്. ജനുവരി 30 മുമ്പ് കണ്ടസ്റ്റ് ചെയ്തിരുന്ന പലതും, അതായത് മനുസ്മൃതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഓരോരോ കാര്യങ്ങൾ ജനുവരി 30 ശേഷം അത്ര ശക്തമില്ലാണ്ടായിപ്പോയി. കാരണം ആ വിഭാഗത്തിന്, പ്രത്യേകിച്ച് ഹിന്ദു വർഗീയതയുടെ ഒരു വലിയ പ്രണേതാക്കൾക്ക് അത് പുഷ് ചെയ്യാൻ പറ്റാണ്ടായിപ്പോയി, അതിനുള്ള ധാർമ്മികത ഇല്ലാതായിപ്പോയി. അങ്ങനെ ഗാന്ധിജി സ്വന്തം ജീവൻ എടുത്ത് വെച്ചിട്ടാണ് നമുക്കൊരു ഭരണഘടന ഇങ്ങോട്ട് ഭാവിയിലേക്ക് തന്നത് നമ്മൾ ഓർക്കണം. അങ്ങനെ നമ്മുടെ ഭരണഘടന ഉണ്ടായെങ്കിലും അത് ഒരു യാന്ത്രിക സാധനമല്ല, അല്ലെങ്കിൽ ഒരു ജഡമായ സാധനമല്ല. അതിങ്ങ് തന്നു, അവിടെ തീർന്നല്ല. അത് നിരന്തരം പുതുക്കുന്ന ഒരു ലിവിങ് ഡോക്യുമെൻ്റ് ആണെന്നാണ് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് എ ലിവിങ് ഡോക്യുമെൻ്റ് എന്നാണ്. അത് നിരന്തരം പുതുക്കപ്പെടുന്ന ഒന്നായിരിക്കണം. കാരണം പുതിയ പുതിയ കാലഘട്ടം വരുന്നു, പുതിയ പുതിയ മാറ്റങ്ങൾ വരുന്നു. അതുകൊണ്ടാണ് അംബേദ്കറിൻ്റെ ആ കൺക്ലൂഡിങ് പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്, പ്രതിസന്ധികൾ ഉണ്ടാവും, വഴിപിഴച്ച് പോകും കാര്യങ്ങൾ. എന്തുകൊണ്ടാണ്? പുതിയ പുതിയ ആശയങ്ങൾ വരുന്നു, ആളുകൾ പുതിയ പുതിയ ആശയങ്ങൾ സ്വാംശീകരിക്കുന്നു, ചലനാത്മകമാണ്. അതിലേക്ക് ആ ഉത്തരവാദിത്വം, ആ പുതിയ കാലത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ ഭരണഘടന നിർവഹിക്കേണ്ടതുണ്ട്. അപ്പോഴേ നമ്മൾ ഉദ്ദേശിക്കുന്ന മൂല്യങ്ങൾ നമുക്ക് കിട്ടുകയുള്ളൂ. ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടനയുടെ പ്രത്യേകതയായിട്ട് നമ്മൾ പറയുന്നത് ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്, ഒരു സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെയുള്ള വാക്കുകളാണ്. ഇതിനെ നമ്മൾ, ഈ കാര്യത്തെയാണ് നമ്മൾ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്, അതിൻ്റെ അടിസ്ഥാന ഘടന എന്ന് പറയുന്നത്. അതിനെ വളരെ രസകരമായിട്ട് നിർവചിച്ചിട്ടുണ്ട്. റോയിങ്ടൺ നെടുമാരൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. റോയിങ്ടൺ നെടുമാരൻ പറയുന്നത് മറ്റ് പലരും പറഞ്ഞതിനെ ആവർത്തിക്കുന്നതാണ്. അതായത് നിങ്ങൾ എല്ലാം എടുത്ത് കളഞ്ഞു എന്നിട്ട് ഭരണഘടനയിൽ നിന്ന് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എടുത്ത് കളഞ്ഞു, ജുഡീഷ്യൽ ഇത് എടുത്ത് കളഞ്ഞു, എല്ലാം എടുത്ത് കളഞ്ഞു. എല്ലാം എടുത്ത് കളഞ്ഞാൽ വാട്ട് റിമൈൻസ് ദ ലാസ്റ്റ്? അവസാനം എന്താ ഉള്ളത്? അതാണ് ബേസിക് സ്ട്രക്ചർ. കാരണം ഒരു കെട്ടിടം പൊളിക്കുകയാണ്. ആ കെട്ടിടം പൊളിക്കാൻ നിങ്ങൾക്ക് JCB ഉപയോഗിക്കാം. JCBക്ക് ഒരു അർത്ഥമുള്ളതുകൊണ്ട് പറഞ്ഞാണ് JCB ഉപയോഗിച്ച് നിങ്ങൾ കെട്ടിടം പൊളിച്ചു. പക്ഷേ അതിൻ്റെ ഫൗണ്ടേഷൻ അവശേഷിക്കും. അതാണ് ബേസിക് സ്ട്രക്ചർ. ഫൗണ്ടേഷൻ പൊളിക്കണമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വേറെ കുറേ പണി ചെയ്യണം. ആ പണി എന്താണ്? ഭരണഘടന ഭേദഗതി ചെയ്യുക എന്ന പണിയാണ്. ഭരണഘടന ഭേദഗതിയില്ല, ഭരണഘടനയെ തന്നെ ഇല്ലാതാക്കുക എന്നുള്ള പണിയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഉണ്ടാക്കണം, ഒരു പുതിയ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഉണ്ടാക്കണം, എന്നിട്ട് പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യക്ക് വേണ്ടി തയ്യാറാക്കി ചർച്ച ചെയ്ത് അംഗീകരിക്കണം. നിലവിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് സ്ട്രക്ചർ മാറ്റാൻ അതുകൊണ്ട് തന്നെ സാധിക്കില്ല. അത് വളരെ പ്രസിദ്ധമായ കേശവാനന്ദ ഭാരതി വിധിയിൽ കോടതി പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇത് നമ്മുടെ ബേസിക് സ്ട്രക്ചർ ആയിട്ടുള്ള ഒന്ന്, ഇതിൻ്റെ ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്നത്. മറ്റൊന്ന് നമ്മൾ പറയുന്ന മൗലിക അവകാശങ്ങളാണ്. മൗലിക അവകാശങ്ങൾ ജനങ്ങൾക്ക് കൊടുത്തിരിക്കുകയാണ്, ഇൻഡിവിജ്വലിന് കൊടുത്തിരിക്കുകയാണ്. ഓരോരുത്തർക്ക് കുറേ മൗലിക അവകാശങ്ങളുണ്ട്. ഞാൻ പെട്ടെന്ന് അതിനെക്കുറിച്ച് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. കുറേ മൗലികാവകാശം കൊടുത്തിരിക്കുകയാണ്. കാരണം ഇന്ത്യയെ വളരെ വേഗത്തിൽ ഉയർത്തിക്കൊണ്ട് വരണമെങ്കിൽ ആളുകളെ ഓരോരുത്തരെയും എംപവർ ചെയ്യണം. ആളുകൾക്ക് ഓരോരുത്തർക്കും അതിനെക്കുറിച്ച് അവരുടെ രീതിയിൽ അവരുടെ സർഗാത്മകതയും അവരുടെ ശേഷികളും ഉപയോഗിച്ച് മുന്നോട്ട് വരാൻ പറ്റണം. അതുകൊണ്ട് ഓരോ വ്യക്തിക്കുമാണ് മൗലികാവകാശം കൊടുത്തിരിക്കുന്നത്. ഇതൊരു പ്രത്യേകതയാണ്. അപ്പം നമുക്ക് മൗലികാവകാശങ്ങളുടെ കാര്യം എന്താ? എന്തെങ്കിലും തരത്തിൽ അത് ചലഞ്ച് ചെയ്യപ്പെട്ടാൽ, അത് റദ്ദാക്കപ്പെട്ടാൽ
നമുക്ക് കോടതി പരിഹാരങ്ങൾ നേടാം. അതും ഒരു മൗലികാവകാശമാണ്. കോടതിയുടെ പരിഹാരം നേടാം. അതിൻ്റെ ആർട്ടിക്കിളുകളെ കുറിച്ച് വിശദമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിലും എനിക്ക് ഏതെല്ലാം ആർട്ടിക്കിളുകളിൽ ഏതെല്ലാം മൗലികാവകാശം എന്ന് പറയുമ്പോൾ ഓരോന്നിലും എന്താണ് വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ അങ്ങനെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വേണമെങ്കിൽ വിശദീകരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. മറ്റൊന്ന്, മൗലികാവകാശങ്ങൾ പോലെയുള്ളത് അതിൻ്റെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസാണ്. സ്റ്റേറ്റ്സിനെ ഉദ്ദേശിച്ചുള്ള നിർദ്ദേശക തത്വങ്ങളെന്ന് മലയാളത്തിൽ പറയാം. അത് ഇന്ത്യയെ രൂപപ്പെടുത്താനുള്ള ഒരു നിർദ്ദേശമാണ്. ആസ് എ ഹോൾ ഇന്ത്യയെ മുഴുവൻ അതിനകത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നെയുണ്ട്. സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. പക്ഷേ അത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് മാത്രമാണ്, നിർദ്ദേശം മാത്രമാണ്. അത് ഭരണഘടനാ പരിഹാരം കിട്ടില്ല അതിന്. പക്ഷേ സ്വാതന്ത്ര്യം കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ, ഭരണഘടനയ്ക്ക് അംഗീകരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ആ രീതിയിൽ ഇന്ത്യയെ ബിൽഡ് ചെയ്യാനായിട്ട് സംസ്ഥാനങ്ങൾ ശ്രമിക്കണം. ഇതാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ സ്പിരിറ്റ് അതാണ്. ദെൻ അടിസ്ഥാന കടമകൾ, ഇത് നമ്മൾ ഭേദഗതിയായി കൊണ്ടുവന്നതാണ്. അടിയന്തരാവസ്ഥ കാലത്ത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്നൊരു പ്രത്യേക ഭേദഗതി കൊണ്ടുവന്നു. 42ാം ഭേദഗതി 1976 കൊണ്ടുവന്നിട്ടാണ് നമ്മൾ കൊണ്ടുവന്നത്. അതനുസരിച്ച് 51 എന്ന് പറയുന്ന 51A എന്നൊരു സാധനം ഉൾപ്പെടുത്തിയത്. 51A, അതിൽ 51A ഒക്കെ നമുക്ക് നല്ല ഓർമ്മയുണ്ട്. നമ്മൾ എപ്പോഴും പറയുന്നതാണ് ശാസ്ത്രബോധം, പരിഷ്കരണ വാഞ്ച ഒക്കെ വളർത്തേണ്ടത് പൗരൻ്റെ ഉത്തരവാദിത്വമാണെന്ന് പറയുന്ന ഭാഗമൊക്കെ ഉണ്ട്. ആ 51Aയുടെ കീഴിലുള്ള നിരവധി വകുപ്പുകളുണ്ട്. ഫെഡറലിസം, ഇന്ത്യയുടെ വൈവിധ്യങ്ങൾ വെച്ചുകൊണ്ട് ഇന്ത്യയെ പിടിച്ചു നിർത്തണമെങ്കിൽ ഒരു ഫെഡറൽ ഘടനയ്ക്ക് മാത്രമേ പറ്റൂ എന്നതുകൊണ്ടാണ് ഫെഡറലിസം ഒരു പ്രധാനപ്പെട്ട ഒന്നായിട്ട് ഇന്ത്യൻ ഭരണഘടനയിൽ വരുന്നത്. ഫെഡറലിസത്തെക്കുറിച്ച് ഇവിടെ രാവിലെ ഒരു പ്രഭാഷണം നടന്നു കഴിഞ്ഞു. പാർലമെൻ്ററി സമ്പ്രദായം, അതാണ് മറ്റൊന്ന്. നമ്മൾ ഈ വെസ്റ്റ്മിനിസ്റ്റർ രീതിയിലാണ്, നമ്മൾ പ്രസിഡൻഷ്യൽ രീതിയിലല്ല, തിരഞ്ഞെടുത്ത പാർലമെൻറ്റ് സംവിധാനമാണ്. അതിനൊരു ഹെഡ് ഓഫ് സ്റ്റേറ്റ് ഉണ്ട്. ഹെഡ് ഓഫ് സ്റ്റേറ്റ് നമ്മുടെ പ്രസിഡൻ്റാണ്. അതുപോലെ ഹെഡ് ഓഫ് ഗവൺമെൻറ് ഉണ്ട്, അത് പ്രധാനമന്ത്രിയാണ്. അങ്ങനെ ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ പാർലമെൻ്ററി സമ്പ്രദായം. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് നമ്മളെ ഉൾച്ചേർത്തത് നമ്മുടെ ഭരണഘടനാ ശില്പികൾ കണ്ടതെന്ന് വെച്ചാൽ, ഇതിനെ മുഴുവൻ ഗാർഡ് ചെയ്യണമെങ്കിൽ അതിനെ നോക്കാൻ വേണ്ടി ഒരു സംവിധാനം വേണം. അത് ജുഡീഷ്യറിയാണ്. ജുഡീഷ്യറി ഇതിൽ നിന്ന് മാറ്റി നിർത്തി. അപ്പോൾ ഭരണഘടന അനുസരിച്ചാണ് എക്സിക്യൂട്ടീവ് ഭരണം നടത്തുന്നത്, ഭരണഘടന അനുസരിച്ചാണ് ലെജിസ്ലേച്ചർ നിയമം നിർമ്മിക്കുന്നത് എന്ന് ആരെങ്കിലും പരിശോധിക്കണമല്ലോ. അത് പരിശോധിക്കാനായിട്ട് ഉള്ള വാച്ച് ഡോഗായിട്ട് നമ്മൾ സുപ്രീം കോടതിയും കോടതികളെയും നിർത്തി. അങ്ങനെ ഇത്രയും സാലിയൻ ഫീച്ചേഴ്സ് നമുക്ക് ഭരണഘടനയിൽ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഒരുപാട് ആർട്ടിക്കിളുകളിൽ പരന്ന് കിടക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് പറയാൻ പറ്റും. ഇതിൽ എൻ്റെ ആർഗ്യുമെൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഇത് വെച്ചിട്ടാണ് നമ്മൾ ജനാധിപത്യം ബിൽഡ് ചെയ്തത്. ഇന്ത്യയിൽ ജനാധിപത്യം ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചതാണ്. ഇന്ത്യയുടെ ഈ കഴിഞ്ഞ ഇത്രയും ചരിത്രം, ഞാൻ പറഞ്ഞ നവംബർ 6 തൊട്ട് ഡിസംബർ 6 വരെയുള്ള ചരിത്രം എടുത്താൽ, ആ ചരിത്രം എടുത്ത 10 ദിവസത്തെ ചരിത്രം എടുത്താൽ, ഇതിനെ എവിടെയെല്ലാം വെച്ച് എന്തെല്ലാം തരത്തിൽ നമ്മൾ വളഞ്ഞു പോയിട്ടുണ്ട്, എവിടെയെല്ലാം തരത്തിൽ നമ്മൾ പുതിയ നിയമനിർമ്മാണം നടത്തി മാറ്റിയിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ അറിയാം. നമുക്ക് ഭരണഘടനയിൽ 106 ഭേദഗതികളായി. ഏറ്റവും ഒടുവിൽ വിമൻ റിസർവേഷൻ ബില്ലിൻ്റെ ഭേദഗതിയാണ് 106 ഭേദഗതി. തീർച്ചയായിട്ടും ഭേദഗതികൾ ആവശ്യമാണ്. അങ്ങനെ ഭേദഗതികൾ ധാരാളം വന്നിട്ടുണ്ട്. വളരെ പുരോഗമനപരമായ ഭേദഗതികൾ വന്നിട്ടുണ്ട്, വളരെ മോശപ്പെട്ട ഭേദഗതികൾ വന്നിട്ടുണ്ട്. ചില ഭേദഗതികൾ സുപ്രീം കോടതി സംശയത്തോടെ വീണ്ടും പരിശോധിക്കാൻ പറഞ്ഞ് പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു ചരിത്രം നമുക്കുണ്ട്. കാരണം നമ്മളിവിടെ ജനാധിപത്യം ഭരണഘടനയിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്ത് നടപ്പാക്കാൻ ശ്രമിച്ച ഒന്നാണ്. അതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി എന്ന് നമ്മൾ പറയുന്നത്. ഇന്ത്യൻ ഡെമോക്രസി ഭീഷണിയിലാണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാകുന്നത് 3 റിപ്പോർട്ടുകൾ ലോകത്ത് വന്നത്, ഇന്ത്യൻ ഡെമോക്രസിയെ കുറിച്ച് 3 റിപ്പോർട്ടുകൾ വന്നത് ഇക്കണോമിക് ആൻഡ് ഇൻ്റലിജൻസ് യൂണിയൻ്റെ EUAയുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് വികലമായ ജനാധിപത്യം എന്നാണ് ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. വികലമായ ജനാധിപത്യം 46ാം സ്ഥാനത്താണ് അവർ ഇന്ത്യക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഗോതംബർഗ് യൂണിവേഴ്സിറ്റിയുടെ അവിടുത്തെ വീഡം ഇൻസ്റ്റിറ്റ്യൂട്ട്, വെറൈറ്റി ഡെമോക്രസി, വീഡം ഇൻസ്റ്റിറ്റ്യൂട്ട്, അവരുടെ റിപ്പോർട്ട് ഈ 2024 ഇപ്പോൾ 2025 പക്ഷേ ഫെബ്രുവരിയിൽ വന്നേപ്പോൾ 2024 വന്നതനുസരിച്ച് നമ്മൾ ഒരു ഭരണഘടനാ ഏകാധിപത്യമാണ് ആ കാറ്റഗറിയിൽ നമ്മൾ വിടുന്നത്. ആ ഭരണഘടനാ ഏകാധിപത്യത്തിൻ്റെ നമ്മുടെ താൻ 28 29 മറ്റാണ് എനിക്ക് എണ്ണി എടുക്കുമ്പോൾ ഇങ്ങനെ ലിസ്റ്റ് നോക്കുമ്പോൾ കാണുന്നത് വളരെ താഴെ, അല്ല 32 33 കണ്ടാണ്, വളരെ താഴെയാണ്. കഴിഞ്ഞ വർഷം മുകളിലായിരുന്നു കുറച്ചും കൂടെ. വീണ്ടും അപ്പോഴും ഭരണഘടന ഏകാധിപത്യം തന്നെയാണ്, വീണ്ടും താഴേക്ക് പോയി. ഭരണഘടനയല്ല, ഇലക്ട്രൽ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് ഏകാധിപത്യം, അതാണ് ശരിക്കുള്ള വാക്യം. അതിന് നമ്മൾ താഴേക്ക് പോവുകയുണ്ടായി ഈ വർഷം. ഇനി ഗ്ലോബൽ സ്റ്റേറ്റ് ഓഫ് ഡെമോക്രസി, ഇന്ത്യ ഒരു ജനാധിപത്യമാണെങ്കിലും ജനാധിപത്യം എന്നവർ പറയുന്നുണ്ട്, പക്ഷേ ഒരുപാട് ഭീഷണികളോടുകൂടിയാണ് ഇന്ത്യ നിൽക്കുന്നത് എന്ന് പറയുന്നു.
ഇനിയുണ്ട്. ജീനോസൈഡ് വാച്ചുകാർ അവർ പറയുന്നത് ഇന്ത്യ ഒരു വംശഹത്യയുടെ വക്കിലാണെന്നാണ് പറയുന്നത്. ഇതിനേക്കാൾ നമ്മളെക്കാൾ മുമ്പ് ഒരു രാജ്യമുള്ളൂ വംശഹത്യയുടെ വക്കിൽ നിൽക്കുന്നത്, പാകിസ്ഥാനാണ്. പിന്നെ നമ്മളാണ് വംശഹത്യയുടെ വക്കിൽ നിൽക്കുന്നത് എന്നവർ പറയുന്നുണ്ട്. ഈ വർഷത്തെ റിപ്പോർട്ട് വരും പറയുന്നത് ബംഗ്ലാദേശും പിന്നെ മറ്റേ ഗാസയൊക്കെ അതിനകത്ത് കയറി വരുമായിരിക്കും, നമുക്കറിഞ്ഞുകൂടാ. എന്തായാലും അമേരിക്കൻ ഹോളോകാസ്റ്റ് മ്യൂസിയം പറയുന്നത് ഇന്ത്യ ഒരു ജിനോസൈഡിൻ്റെ വക്കീലാണെന്നാണ്. ഇതൊക്കെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം സെക്യുലറിസത്തെയാണ് ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രശ്നമാക്കുന്നത്. അതുപോലെ പ്രസ് ഫ്രീഡം ഇൻഡെക്സ്, പത്രങ്ങളുടെ സ്വാതന്ത്ര്യം, അതെല്ലാം പ്രശ്നമായിട്ട് വരുന്നു. ഓക്കെ, ഞാൻ ഇതിനകത്തേക്ക് വരാം. നമ്മുടെ ഡെമോക്രസി സംരക്ഷിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സംഭവം അതും കൂടെ പറയാതിരിക്കാൻ പറ്റില്ല. അത് ഒരു വലിയ ഡിസൻ്റാണ്, ഒരു വലിയ വിയോജനക്കുറിപ്പാണ്. അത് അടിയന്തരാവസ്ഥ സമയത്ത് HR ഖന്നയുടെ ജഡ്ജ്മെൻ്റാണ്. ഹാൻസ് രാജ് ഖന്നയുടെ ജഡ്ജ്മെൻറ്റ് ഇന്നത്തെ ചീഫ് ജസ്റ്റിസിൻ്റെ ഒരു റിലേറ്റീവാണ്. ആ ജഡ്ജ്മെൻറ്റ് ഒരു ഡിസൻ്റാണ്, 4:1 ആണ്. എന്താണ്? ഒരാളുടെ ജീവിക്കാനുള്ള അവകാശം ഭരണകൂടത്തെ തടയാൻ പറ്റുമോ എന്നുള്ളതാണ്. ഈ 4 ജഡ്ജിമാർ അത് തടയാൻ പറ്റും എന്ന് വിധി എഴുതിയപ്പോൾ, ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ തടയാൻ പറ്റും എന്ന് വിധി എഴുതിയപ്പം HR ഖന്ന മാത്രമാണ് ഞാൻ യോജിപ്പ് എഴുതിയത്. HR ഖന്നയുടെ വാക്കുകൾ വളരെ ശക്തമാണ് അതിനകത്ത്. അത് പല പ്രാവശ്യം ആവർത്തിക്കാൻ നിങ്ങൾ എടുത്ത് നോക്കണം. HR ഖന്നയുടെ വാക്കുകൾ പറയുന്നത് ഒരു ഏറ്റവും കൂടുതൽ അധികാരം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാലത്ത്, അധികാരം ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാലത്ത് റൂൾ ഓഫ് ലോ ആണ് പ്രധാനം. ആ റൂൾ ഓഫ് ലോയ്ക്ക് വേണ്ടിയിട്ട് കോടതിയുടെ മുമ്പിലെത്തുമ്പം കോടതി ഭയപ്പെടുകയോ നിശബ്ദമാവുകയോ ചെയ്യുകയല്ല വേണ്ടത് എന്നാണ് പറഞ്ഞത്. എന്നിട്ട് പറയുന്നത് നാസി ജർമ്മനിയിലും നിയമം ഉണ്ടായിരുന്നു. അപ്പം നിയമത്തെയും റൂൾ ഓഫ് ലോയെയും മനുഷ്യാവകാശത്തെയും അദ്ദേഹം വേർതിരിച്ചവിടെ മാറ്റി. എന്നിട്ട് ഏതെങ്കിലും നിയമം ഉണ്ടായാൽ പോരാ, അത് ആളുകളുടെ പൗരസ്വാതന്ത്ര്യം, ആളുകളുടെ ജീവിക്കാനുള്ള അവകാശത്തെ തടയുന്നതാണെങ്കിൽ അതിനെയും റദ്ദാക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ഡിസൻറ്റുകളുടെ പ്രത്യേകത എന്താണെന്ന് അറിയോ? ഡിസൻറ്റുകൾ എപ്പോഴും ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ളതാണ്, ഭാവിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഡിസൻറ്റുകൾ. ഇപ്പോഴല്ല, ഭാവിക്ക് വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ എന്താ കാണുന്നതെന്ന് വെച്ചാൽ HR ഖന്നയ്ക്ക് അനുസരിച്ചാണ് പിന്നെ ലോകം പോയത്, അല്ലാതെ മറ്റ് 4 പേർക്ക് അനുസരിച്ചല്ല പോയത്. ഞാൻ പറയാൻ വന്നത് ബാബറി മസ്ജിദിൻ്റെ ഒരു കാര്യമാണ്. ഒറ്റ ജഡ്ജ്മെൻറ്റ്, ആ ഒരൊറ്റ ബാബറി മസ്ജിദ് ജഡ്ജ്മെൻ്റ് ഉണ്ട് ഈ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പുറത്തുനിന്ന് ബാബറി. ആ ജഡ്ജ്മെൻറ്റ് നിങ്ങളെടുത്ത് നോക്കും. ഞാൻ പെട്ടെന്ന് പറയാം. ബാബറി മസ്ജിദിൻ്റെ ചരിത്രം 1528 ബാബറി മസ്ജിദ് പണിയുന്നത് എന്നാണ് നമ്മുടെ രേഖകൾ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, പാനിപ്പറ്റ് യുദ്ധം 1526. അതിനുശേഷം 2 വർഷം കഴിഞ്ഞപ്പോൾ ബാബർ പണിതതാണ്. 1853 വരെ അതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. 1853 അവിടെ കുറച്ച് പേർ കയ്യേറി അതിനകത്ത് ആക്രമണം നടത്താൻ നോക്കി. അപ്പോഴത്തേക്കും ഇന്ത്യയിലെ ഒരു 1ാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സമയം തുടങ്ങുകയാണ്. ഇത് കിടക്കുക 1857 വീണ്ടും മോസ്കിനെതിരെ ആക്രമണം ഉണ്ടാകുന്നു. അപ്പോഴത്തേക്കും 1858 ബ്രിട്ടീഷ് രാജ്ഞി ഇന്ത്യയുടെ അധികാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇത് മാറ്റിയെടുത്തല്ലോ. അപ്പോൾ അന്ന് ഒരു ബാബറി മസ്ജിദിന് ഒരു പ്രത്യേക നിയമം കൊണ്ടുവന്നു. ആ നിയമം അനുസരിച്ച് ബാബറി മസ്ജിദിൽ ഒരു മതിൽ കെട്ടി, ഒരു മതിൽ. അതിൻ്റെ ഇന്നർ കോർട്ട്യാർഡും പുറത്തെ കോർട്ട്യാർഡും വേർതിരിക്കുന്ന ഒരു മതിൽ കെട്ടി. എന്നിട്ട് ഇന്നർ കോർട്ട്യാർഡിൽ മുസ്ലിങ്ങൾക്ക് ആരാധന നടത്താം, ഔട്ടർ കോർട്ട്യാർഡിൽ പൂജ നടത്താം ഹിന്ദുക്കൾക്ക് എന്ന രീതിയിലാണ് ജഡ്ജ്മെൻറ്റ് അല്ല തീരുമാനം ഉണ്ടാകുന്നത്. അങ്ങനെ അത് 2 കൂട്ടരും അംഗീകരിച്ച് പിന്നെ അങ്ങോട്ട് പോവാണ്. പിന്നെ നമുക്ക് അറിയാവുന്നത് എന്താണെന്ന് വെച്ചാൽ 1858 തൊട്ട് 1949 വരെ ഇത് നടന്നിരുന്നു. യാതൊരു പ്രശ്നവുമില്ല. ഈ ആരാധന കോടതി, ഞാൻ ഈ ജഡ്ജ്മെൻറ്റിൽ നിന്നാണ് പറയുന്നത് കേട്ടോ, വേറെ എവിടെ നിന്നല്ല, അവിടെ ആരാധന നടന്നിട്ടുണ്ട്. ഇതിനിടയിൽ ഉണ്ടായ ഒന്നെന്ന് വെച്ചാൽ 1870 അവിടുത്തെ ഒരു മഹന്ത് രഘുറാം അദ്ദേഹം ഒരു കേസ് കൊടുത്തു. കാരണം പുറത്ത് ആരാധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഹിന്ദുക്കൾ പുറത്ത് അവിടെ സീതാ രസോയി രാമചബൂത്തറയുണ്ട്, സീതയുടെ അടുക്കള അല്ലേ ഉണ്ട്, അവിടെ ഒരു അമ്പലം പണിയാനുള്ള അനുവാദം വേണം എന്ന് പറയും. കോടതി അത് തള്ളിക്കളഞ്ഞു. അങ്ങനെ ഒരു ക്ലെയിം അവിടെ വരുന്നു, അവിടെ ഒരു അമ്പലം, അത് പുറത്താണ്, അകത്ത ക്ലെയിം ഇല്ല. 1934 ബാബറി മസ്ജിദിലേക്ക് ആക്രമണം വരുന്നു. അതിൻ്റെ ഡോം ഒരു പരിക്ക് പറ്റുന്നു. 1942 47 ആക്രമണങ്ങൾ വരുന്നു. 1947 മുമ്പ് അവിടെ ബ്രിട്ടീഷുകാർ ഒരു ഇസ്രോയുടെ നേതൃത്വത്തിൽ അത് പുതുക്കി പണിതു, ഈ ഡോമൊക്കെ പുതുക്കി പണിതു. 1949 നിങ്ങൾക്കറിയാം 10-60 പേര് അകത്ത് കടന്നു. അവിടെ രാംലല്ല ശ്രീരാമൻ്റെ ഇവിടെ സ്ഥാപിച്ചു. 10-60 പേര് അകത്ത് കടന്നു. അതോടുകൂടി ഉണ്ടായ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും. എങ്ങനെയാണ് പിന്നെ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പറഞ്ഞൊക്കെ നിങ്ങൾക്കറിയാം.
ഇത് അതിൻ്റെ ചരിത്രം. പിന്നെ സംഭവിക്കുന്നത് വെച്ചാൽ 1980-കൾ തൊട്ട് വിശ്വഹിന്ദു പരിഷത്ത് RSS വിശ്വഹിന്ദു പരിഷത്ത് രൂപീകരിച്ച ശേഷം വിശ്വഹിന്ദു പരിഷത്ത് അവരുടെ പ്രധാനപ്പെട്ട ഒരു മൂവ്മെൻ്റായിട്ട് രാം ജന്മഭൂമി ബാബറി മസ്ജിദ് വിഷയം എടുത്തു കൊണ്ടുവരുന്നു. ആ വിഷയത്തെ കൊണ്ടുവരുന്നു. അതൊരു മൂവ്മെൻ്റായിട്ട് വരുന്നു. അത് എന്താണ്, കർസേവ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ശിലാന്യാസം നടക്കുന്നു, കർസേവ നടക്കുന്നു, അദ്വാനിയുടെ രഥയാത്ര നടക്കുന്നു, ഇതൊക്കെ നടക്കുന്നു. 1985 അത് ആരാധനയ്ക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നു. ഹിന്ദുക്കൾക്ക് ആരാധനയ്ക്ക് വേണ്ടിയിട്ട് ഒരു കോടതി വിധി തുറന്നു കൊടുക്കുന്നു. അത് കേന്ദ്ര സർക്കാർ അത് അനുവദിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവിടെ ആരാധന തുടങ്ങുന്നു. അതിനകത്ത് രാംലല്ലയിൽ ആരാധന തുടങ്ങും. ഇതാണ് അതിൻ്റെ ചരിത്രം. അകത്ത് ഇന്നർ സയൻസ്. അപ്പോൾ തർക്കത്തിൻ്റെ പ്രശ്നപ്പെടെ നിൽക്കുക. എന്തായാലും 92 അത് പൊളിച്ച കാര്യം നിങ്ങൾക്കറിയാം. ഇനി കോടതി വിധി വന്നു കഴിഞ്ഞാൽ 2003 ഈ പൊളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കോടതിയിലേക്ക് കേസ് വന്നു. ആ കേസ് വളരെ ഭയങ്കര ജഡ്ജ്മെൻ്റുകളുണ്ടായി. 3 സംസ്ഥാന സർക്കാർ പിരിച്ചുവിട്ടു. സെക്യുലറിസം എന്ന് പറയുന്ന സാധനത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് 3 സംസ്ഥാന സർക്കാർ പിരിച്ചുവിട്ടു. അങ്ങനെ സെക്യുലറിസം വലിയ പ്രാധാന്യം കൂടുന്ന ജഡ്ജ്മെൻറ്റുകളാണ് അതെല്ലാം. അതിനകത്ത് ഒരു പ്രസിഡൻഷ്യൽ റെഫറൻസ് വന്നു. അവിടെ അമ്പലമുണ്ടോ, ഇതിൻ്റെ താഴെ ഈ പൊളിച്ച സ്ഥലത്തിൻ്റെ അമ്പലമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞു. അതൊക്കെ നിയമവിഷയങ്ങളൊക്കെ രസകരമായ നിയമവിഷയമുണ്ട്. അത് തന്നെ പറയാൻ നല്ല രസമാണ്. പക്ഷേ അത് ഞാൻ വിട്ടു. ഞാൻ അതിനകത്തേക്ക് കടന്നിട്ട് ASI ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ അവിടെ നടത്തിയ ഖനനത്തിൽ നിന്നുള്ള റിപ്പോർട്ട് കൃത്യമായി ഈ ഇതിനകത്തുണ്ട്, ഈ ജഡ്ജ്മെൻറ്റിലുണ്ട്. അതിൻ്റെ ആദ്യത്തെ സ്ട്രക്ചർ കാണുന്നത് അശോകയുടെ കാലമാണ്. BC 250 ആ കാലത്താണ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ നോക്കുമ്പം അവിടെ ഓരോ കാലഘട്ടങ്ങളാണല്ലോ. ഗുഡ്ക കാലഘട്ടം, കുഷാനന്മാർ, കുഷാൻ പീരീഡ്, ആ കാലങ്ങളിലൊക്കെ ചില അവശിഷ്ടങ്ങൾ കിട്ടി. പിന്നെ ഗുപ്ത എറ, ഗുപ്തന്മാരുടെ കാലഘട്ടം, ആ കാലഘട്ടം അപ്പോഴത്തേക്ക് 4-ാം നൂറ്റാണ്ട് 5-ാം നൂറ്റാണ്ടെത്തി, AD 4-ാം നൂറ്റാണ്ടെത്തി. 6-ാം നൂറ്റാണ്ട് തൊട്ട് പിന്നെ 14-ാം നൂറ്റാണ്ട് വരെ, അതായത് മുഗൾ ഭരണം വരുന്നത് വരെയുള്ള ആ കാലം. ആ കാലത്ത് അവിടെ നിന്ന് കിട്ടിയ അവശിഷ്ടത്തിൽ ഒരു സർക്കുലർ ഷ്രൈൻ കാണുന്നുണ്ട്. ഒരു സർക്കുലർ മന്ദിരം കാണുന്നു, ഒരു ആരാധനാ മന്ദിരം കാണുന്നുണ്ട്. പക്ഷെ അത് ശൈവമാണ്. അതിനു മുമ്പ് ഗുപ്ത കാലഘട്ടത്തിൽ കിട്ടുന്ന സാധനത്തിൽ ബുദ്ധ ജൈന അവശിഷ്ടങ്ങളുണ്ട്. ഇതും കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ അവിടെ ഉണ്ടായിരുന്ന ആ സ്ട്രക്ചർ രൂപപ്പെടുന്നത് പ്രധാനമായിട്ടും ഈ കാലഘട്ടത്തിൽ 6-ാം നൂറ്റാണ്ട് തൊട്ട് 14-ാം AD 6-ാം നൂറ്റാണ്ട് 14-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലാണ് ആ രൂപപ്പെട്ടു വരുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ വ്യക്തമാണ്. ഇനി കോടതിയുടെ ജഡ്ജ്മെൻറ്റിൻ്റെ ഇതെങ്ങനെയാണെന്ന് പറയാം. കോടതിയകത്ത് ജഡ്ജ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പുറത്ത് അവകാശം അബ്സല്യൂട്ടാണ്, പൊസഷൻ അബ്സല്യൂട്ടാണ്. പുറത്ത് ഔട്ടർ കോർട്ടിയായിട്ട് പൊസഷൻ ഈസ് അബ്സല്യൂട്ട്. കാരണം അത് നേരത്തെ ഡിസ്പ്യൂട്ട് ഒന്നുമില്ല, അത് കൊടുത്തേക്ക്. അതായത് 1858 കൊടുത്തു കഴിഞ്ഞു. അവിടെ ഹിന്ദുക്കൾ ആരാധന നടത്തുന്നു, ഡിസ്പ്യൂട്ടില്ല. ഇന്നർ കോർട്ടിയാർഡിൽ അവിടെ ഡിസ്പ്യൂട്ടുണ്ട്. എന്താണ് കാര്യം? 3 ഇൻസിഡൻറ്റുകളുണ്ട് അങ്ങോട്ട് കടന്നു കയറിയതിൻ്റെ. 1949, 1942, 1852 അവിടെ കയറിയതിൻ്റെ ഡിസ്പ്യൂട്ടുകളുണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് ഡിസ്പ്യൂട്ടഡ് സ്ട്രക്ചർ. ഇന്നർ കോർട്ടിയാർഡ് ഡിസ്പ്യൂട്ടഡ്, ഔട്ടർ കോർട്ടിയാർഡ് ഡിസ്പ്യൂട്ടഡ് അല്ല. ഇന്നർ കോർട്ടിയാർഡ് മുസ്ലിങ്ങൾ ആരാധിക്കുന്നതിന് ഡിസ്പ്യൂട്ടഡ് ആണ്. അതുകൊണ്ട് ഔട്ടർ ഡിസ്പ്യൂട്ടഡ് അല്ലാത്തത് കൊണ്ട് ഈ മതിൽ ദാറ്റ് ബിലോങ്സ് ടു ഹിന്ദുസ്, അത് ഹിന്ദുക്കൾക്കാണ്. കാരണം അവിടെ ഡിസ്പ്യൂട്ട് ഇല്ലാത്തൊരു ഏരിയ കാണും മതിൽ, അതുകൊണ്ട് അല്ലെങ്കിൽ ഡിസ്പ്യൂട്ടിൻ്റെ ബോർഡറിലാണ് മതിൽ, അത് ഹിന്ദുക്കൾക്കാണ്. കടന്നുകയറ്റങ്ങൾ മോസ്കിൽ നടന്നത് എല്ലാം ഇഗ്രേജിയസ് വയലൻസ് ആണ്, വയലൻസ് ഓഫ് ദ ലോ ആണ്. അതായത് കടുത്ത നിയമലംഘനം കൊണ്ടാണ് കടന്നിരിക്കുന്നത്. കടുത്ത നിയമലംഘനം കടന്നിരിക്കുന്നത് അത് പരിഹാരം കൊടുക്കണം. അങ്ങനെയാണ് പരിഹാരം കൊടുക്കുന്നത്. മോസ്ക് ബിൽഡ് ചെയ്തിട്ടല്ല, 92 തകർത്തതും ആ ഒരു നിയമലംഘനമാണ്. അത് അങ്ങനെയല്ല കൊടുക്കേണ്ടത് അവർക്ക് ലാൻഡ് കൊടുക്കണം വേറെ. ആ ലാൻഡിൽ അവർ അമ്പലം പണിയണം എന്ന രീതിയിലാണ് ആ ജഡ്ജ്മെൻറ്റ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു തരത്തിൽ നമുക്ക് ആ ജഡ്ജ്മെൻറ്റിലൂടെ പോയാൽ നമുക്ക് 1000-ഓളം പേജുണ്ട് കേട്ടോ. നമുക്കൊരിക്കലും അതിനകത്ത് മനസ്സിലാവില്ല, ആ ലോജിക്കുകൾ മനസ്സിലാവില്ല. പക്ഷെ ഞാനിത് പറയുന്നത് എന്താ വെച്ചാൽ ഈ ജഡ്ജ്മെൻറ്റ് ദൈവം പറഞ്ഞുണ്ടാക്കിയതാണെന്നാണ് നമ്മുടെ ആ ജഡ്ജ്മെൻറ്റ് എഴുതിയ ആരെന്ന് അറിഞ്ഞുകൂടാ. കാരണം അത് ആരും ഒപ്പിട്ടെന്ന് അറിയാത്തൊരു ജഡ്ജ്മെൻറ്റാണ്. പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് തന്നെ എഴുതിയ ഒരു ജഡ്ജ്മെൻറ്റാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. ആ ജഡ്ജ്മെൻറ്റ് എഴുതി, അപ്പോൾ അദ്ദേഹം എഴുതിയതെന്ന് പറയുന്നു. ഓക്കെ. പക്ഷെ അതിനകത്ത് ഏറ്റവും വലിയ ഒരു രചതരേഖ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ 5 പേജുകൾ നീക്കി വെച്ചിരിക്കുന്നത് 1991 ആരാധനാ നിയമത്തിനാണ്, പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിലാണ് 5 പേജുകൾ നീക്കി വെച്ചിരിക്കുന്നത്.
എന്താണ് ആക്ട്? 1990 ഈ ബാബറി മസ്ജിദ് പ്രശ്നം കത്തി നിൽക്കുമ്പം ഇതെല്ലായിടത്തും പ്രശ്നം ഉണ്ടാകും എന്നതുകൊണ്ട് ഉണ്ടാക്കിയൊരു നിയമമാണത്. എന്താണത്? ആ നിയമം പറയുന്നത് 1947 എന്തായിരുന്നോ ഒരു ആരാധനാലയത്തിൻ്റെ ഇന്ത്യയിലെ സ്ഥിതി, എക്സെപ്റ്റ് ബാബറി മസ്ജിദ് ഒഴിച്ച് ബാക്കി ഏത് ആരാധനാലയത്തിൻ്റെ സ്ഥിതി എന്താണോ അതും മുന്നോട്ട് കൊണ്ടുപോകണം, അത് തന്നെ തുടരണം, അത് പിന്നെ മാറ്റാൻ പാടില്ല എന്നുള്ളതാണ് ആ വളരെ ഇതാണ്. കാരണം ഈ നമുക്ക് എവിടെയെങ്കിലും വെച്ച് തീർക്കണമല്ലോ, അതുകൊണ്ടാണ്. അതിനകത്ത് ആ ജഡ്ജ്മെൻറ്റിൽ തന്നെ പറയുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ, ജാനസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റോമൻ ദേവതയുണ്ട്. റോമൻ ദേവതയ്ക്ക് മുമ്പോട്ട് 2 തലയാണ്, ഒന്ന് ഭൂതത്തിലേക്കും ഒന്ന് ഭാവിയിലേക്കുമാണ്. 2 തല. ഈ 2 തല, ഈ ഭൂതത്തിലേക്കൊരു തല ഉള്ളതുകൊണ്ട് ഈ ഭൂതം എപ്പോഴും ഭാവിയെ നിർണ്ണയിക്കുകയാണ്. അതുകൊണ്ട് ആ തല അറുക്കുന്നു, ഭാവിയിലേക്ക് നോക്കാവുള്ളൂ, ഭൂതത്തിലേക്ക് നോക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനെ ഗ്യാൻവാബി മസ്ജിദിൻ്റെ സർവേ കേസിൽ സുപ്രീം കോടതിയിൽ ഇപ്പം മാറ്റി. നിങ്ങൾക്കറിയാം, അതിനകത്തൊരു വെള്ളം ചേർത്തു. എന്താണ് വെള്ളം ചേർത്തത്? അവിടെ ഗ്യാൻവാബി മസ്ജിദിൻ്റെ അടിയിൽ ഒരു ക്ഷേത്രമുണ്ട് എന്നുള്ളത് സർവേ ചെയ്യാനുള്ള അനുമതി കീഴ്ക്കോടതി കൊടുക്കുന്നു, സുപ്രീം കോടതിയിലെത്തുന്നു, സുപ്രീം കോടതി അത് അംഗീകരിക്കുന്നു. അവിടെ ആ ജഡ്ജ്മെൻറ്റ് നടത്തിയതും ഇതേ ചന്ദ്രചൂഡാണ്, ഇതേ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു അന്നത്തെ. ആ ചീഫ് ജസ്റ്റിസ് പറഞ്ഞ വാദം എന്താണെന്ന് വെച്ചാൽ, ആരാധനാ നിയമത്തിൽ പറയുന്നില്ല സർവേ നടത്താൻ പാടില്ല എന്ന്, ആൾട്ടർ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. സോ സർവേ നടത്താം. ഒരു നിയമത്തിന് എപ്പോഴും ലെറ്ററിലും സ്പിരിറ്റിലും 2 അർത്ഥമുണ്ട്. എന്തിനാണ് സ്പിരിറ്റ് നമ്മൾ പറയുന്നത്? ലെറ്ററിൽ എഴുതി കിടന്ന അവിടെ സർവേ നടത്താൻ പാടില്ല എന്നതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, അതിനെ ആൾട്ടർ ചെയ്യാൻ പാടില്ല, അവിടെ ഒന്നും തരത്തിൽ ചെയ്യാൻ പാടില്ല. ആൾട്ടർ ചെയ്യാൻ പാടില്ലെങ്കിൽ, അതിനെ മാറ്റാൻ പാടില്ല എങ്കിൽ പിന്നെ സർവേക്ക് അർത്ഥമില്ലല്ലോ, സർവേ നടത്തേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ഇത്രയും സെൻസിറ്റീവായിരിക്കുന്ന ഒരു സമൂഹത്തിൽ കോടതി അങ്ങനെയാണ് അതിനെ വായിക്കേണ്ടത്. പക്ഷേ കോടതി വായിച്ചത് ഇങ്ങനെയാണ്, ഇത് 2ആയിട്ട് മാറ്റി. അപ്പോൾ സർവേ നടത്താം. അപ്പോൾ നോൺ ഇൻവേസീവ് സർവേ പെർമിറ്റ് ചെയ്തു. പിന്നെ നമുക്കറിയാം അതിൻ്റെ ചരിത്രമാണ്. ഹൈഡ്ര എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് ദേവതയുണ്ട്. ഹൈഡ്ര പാമ്പാണ്, നിങ്ങൾക്കറിയാമോ? ഓരോ മുടിയും ഓരോ പാമ്പായി മാറുന്നതാണ് ഹൈഡ്ര. പിന്നെ കണ്ടത് നമ്മൾ ഹൈഡ്രയെ കെട്ട് തുറന്ന് വിടുകയാണ് കണ്ടത്. ഇഷ്ടംപോലെ കേസുകൾ വന്നു. ഇപ്പോൾ 10 എണ്ണം ഉണ്ട്, ഇപ്പോൾ 10 കേസുണ്ട്. ഏറ്റവും ഒടുവിൽ സോമനാഥ ക്ഷേത്രത്തിൻ്റെ താഴെ ബുദ്ധക്ഷേത്രം ഉണ്ടെന്നൊരു സാധനം കൂടെ വരുന്നുണ്ട്, സോമനാഥ ക്ഷേത്രത്തിൻ്റെ താഴെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറകിൽ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇത് നമ്മുടെ സെക്യുലറിസത്തിൻ്റെ തകർക്കാൻ പറ്റുന്ന, സെക്യുലറിസം തകർന്നു കഴിഞ്ഞാൽ ഭരണഘടന തകർന്നു, അങ്ങനെ ഒന്നായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇന്നത്തെ വിധി വളരെ പ്രധാനപ്പെട്ട, ഇന്നത്തെ ഹിയറിംഗ് തൊട്ട് വളരെ പ്രധാനപ്പെട്ടാണ് ഞാൻ പറയും. നമ്മളിത് വളരെ വാച്ച് ചെയ്യേണ്ടതുണ്ട്. വളരെ വാച്ച് ചെയ്ത് നമ്മളിതിനെ എങ്ങനെയാണ് ആത്യന്തികമായിട്ട് ഈ ഭരണഘടന ആരുടെയാണ്? ജനങ്ങളായ നമ്മളുടേതാണ്. നമ്മൾ ഈ ഭരണഘടനയുടെ കാവലാളാണ്. നമ്മൾ ഈ ഭരണഘടന നോക്കിയേ പറ്റൂ. ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അവബോധം ഉണ്ടാവുകയും വേണം. അപ്പോൾ ഓരോ കാര്യത്തിലും നമ്മളെടുക്കുന്ന അവബോധങ്ങളാണ് ഈ ഭരണഘടനയുടെ ശക്തി എന്ന് പറഞ്ഞാൽ. നമ്മുടെ അംബേദ്കർ ഡ്രാഫ്റ്റ് അവതരിപ്പിച്ചുകൊണ്ട് അവിടെ നടത്തിയ പ്രസംഗമുണ്ട്. ആ പ്രസംഗം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, 1949 നവംബർ 25 ഡ്രാഫ്റ്റ് അവതരിപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ ഇന്ത്യൻ ഭരണഘടന പ്രവർത്തനക്ഷമമാണെന്നും വഴക്കമുള്ളതാണെന്നും എനിക്ക് തോന്നുന്നു. സമാധാന കാലത്തും യുദ്ധസമയത്തും രാജ്യത്തെ ഒന്നിച്ചു നിർത്താൻ അത് ശക്തമാണ്. തീർച്ചയായും അതിനാൽ ഞാൻ പറയട്ടെ, പുതിയ ഭരണഘടന പ്രകാരം കാര്യങ്ങൾ മോശമായാൽ അതിന് കാരണം നമുക്ക് മോശം ഭരണഘടന ഉണ്ടായിരുന്നു എന്നതല്ല, മനുഷ്യൻ നീചനായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. സാർ, ഞാനിത് അവതരിപ്പിക്കുന്നു പറഞ്ഞാൽ, അതായത് ഭരണഘടന പുതിയ സാഹചര്യത്തിൽ മോശമായാൽ അതിന് കാരണം മാൻ ഈസ് വൈൽ എന്നാണ് പുള്ളി ഉപയോഗിക്കുന്ന വാക്കട്ടോ. മാൻ ഈസ് വൈൽ, മനുഷ്യൻ നീചനായിരുന്നു, അതുകൊണ്ടാണ് ഭരണഘടന മോശമായി എന്നാണ്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങളെയും അംബേദ്കറുടെ പ്രസംഗത്തിൽ തന്നെ നിങ്ങൾക്ക് ബന്ധിപ്പിച്ചാൽ നമുക്ക് ചെയ്യേണ്ട ഇതും കൂടെ അതിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന് പറഞ്ഞ് നിർത്തുന്നു.